ജപ്പാനിലെ ഏറ്റവും ഭീകരമായ അണ്ടർവേൾഡ് യാക്കൂസ, ഒരു നിയമവിരുദ്ധ ലോകം, കത്തിക്കരിയുന്ന ടാറ്റൂകളുടെയും രക്തസാക്ഷികളുടെയും കഥ. യാക്കൂസ എന്ന പേര് വന്നത് ഒരു പഴയ ചൂതുകളിയുടെ പേരിൽ നിന്നാണ്. 893 യാക്കൂസ, അതായത് ഒന്നുമല്ല എന്നർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഒന്നുമല്ലാതെ ഒന്നായവരാണ്. അവർ പോലീസിനെയും ഭരണകൂടത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്നവരായിരുന്നു. സുരക്ഷ, ചൂതാട്ടം, അനധികൃത ബിസിനസ് എല്ലാം അവരുടെ കയ്യിലായിരുന്നു. ഒരു യാക്കൂസ അംഗത്തിന് വിശ്വാസവഞ്ചന അർത്ഥമാക്കുന്നത് മരണമാണ്. അവരുടെ ലോകത്ത് നിയമങ്ങൾ തീർത്തും കർശനമാണ്. ശരീരമൊക്കെയും മഷി കൊണ്ട് നിറഞ്ഞിരിക്കും. ഇവർക്ക് അർത്ഥവത്തായ ടാറ്റൂകളുണ്ട്. ഏതൊരു ടാറ്റൂവിനും ഒരു കഥയുണ്ട്. കുറ്റം ചെയ്താൽ ഒരു വില നൽകണം. യുബിൽസുമെ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഒരു വിരലോ അല്ലെങ്കിൽ അതിനു പകരം ജീവിതമോ. 1970 മുതൽ 1980 വരെ യാക്കൂസ ഏറ്റവും ശക്തരായിരുന്നു. രാജ്യത്ത് തന്നെ ഒരു ഭരണകൂടം പോലെ. ഇന്ന് അവരെ ഇല്ലാതാക്കാനാണ് ജപ്പാൻ സർക്കാരിന്റെ ശ്രമം. യാക്കൂസയുടെ പ്രതീകം ചുവന്ന എരിയുന്ന ഡ്രാഗൺ. തീയും ശക്തിയും കൊടും ക്രൂരതയും. യാക്കൂസ ഇന്ന് പഴയപോലെ ശക്തരല്ല. ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ, പോലീസ് നിരീക്ഷണം എല്ലാം പ്രശ്നങ്ങളാണ്. ഇന്ന് തന്ത്രപരമായ ക്രൈം ബിസിനസ്സുകളിലേക്ക് മാറി. അവർ ഇപ്പോഴും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. ഹോളിവുഡിലും ജാപ്പനീസ് സിനിമകളിലും യാക്കൂസയെ ഇതിഹാസരൂപത്തിൽ കാട്ടാറുണ്ട്. തങ്ങൾ ഒരു ക്രിമിനൽ സംഘമല്ല, ജനങ്ങളുടെ രക്ഷകനാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അകത്തുനിന്ന് കാണുമ്പോൾ ഇവർ വെറും ക്രിമിനലുകളല്ലേ. സർക്കാർ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും യാക്കൂസ ഇന്നും പ്രവർത്തിക്കുന്നു, ഒരു പുതിയ രൂപത്തിൽ. മറുപടി ജപ്പാന്റെ ഭാവിയിലാണ്. കുറ്റലോകം നിലനിൽക്കുമോ, അതോ ഇതൊക്കെ അവസാനിക്കുമോ?